ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ശുഭസായാഹ്നം എല്ലാവർക്കും നേർന്നുകൊണ്ട് BMC ഗ്ലോബൽ ലൈവ് സൺഡേ ഫൺഡേ ആക്കാനായിട്ടുള്ള ഫൺഡേയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പ്രവീൺ കൃഷ്ണയാണ് നിങ്ങൾക്കൊപ്പം. ഒരുപാട് പ്രത്യേകതകളുമായിട്ട് തന്നെയാണ് സൺഡേ അടിച്ചു പൊളിച്ച് ഫൺഡേ ആക്കാനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഹരിദാസ് മാവേലിക്കരയുടെ മിമിക്രി ഉണ്ട്. അതുപോലെ തന്നെ സെന്തിൽ ചിറയൻകീഴ് സംവിധാനം ചെയ്ത കാവലൻ എന്ന ഒരു അടിപൊളി വെബ് സീരീസ്, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഫൺഡേ നമുക്ക് ഈ ഒരു സൺഡേ ഫൺഡേ ആക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പേര് ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു എപ്പിസോഡ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട മിമിക്രി കലാകാരൻ ഹരിദാസ് മാവേലിക്കരയെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക്, വിർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. എന്താണ് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോന്നെ? ഓക്കെ, സാധാരണ മിമിക്രി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ എന്തായാലും ശബ്ദാനുകരണം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയുള്ള കാര്യം നമുക്ക് ഹരിദാസ് ചേട്ടാ ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. ഇന്ന് ഒരു ചെറിയൊരു പാട്ടായാലോ? മിമിക്രി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കലാപം മണി തന്നെയാണ് അല്ലേ? പ്രത്യേകിച്ച് നാടൻ പാട്ടായിരിക്കും, ഉറപ്പാണ്. കാരണം മണിച്ചേട്ടനെ പറയാത്ത ഒരു മിമിക്രി വേദി ഉണ്ടാവില്ല അല്ലേ? പല പ്ലാറ്റ്ഫോമുകളായി TV പ്രോഗ്രാമിലായി കഴിഞ്ഞാലും ഒക്കെ മണിച്ചേട്ടൻ്റെ കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, മിമിക്രി, നാടൻ പാട്ട്, അങ്ങനെയുള്ള സന്ദർഭം. അപ്പോൾ ഏത് പാട്ടാണ് പാടുന്നത്? ഓടപ്പഴം പോലെ എന്നുള്ളൊരു ഗാനമാണ്, പക്ഷേ ഇത് ഞാൻ തമിഴിലും പാടുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ. തമിഴിൽ എങ്ങനെയാ? തമിഴ് ഞാൻ തമിഴിലേക്ക് മാറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, ആദ്യം അപ്പോൾ മലയാളം കാണാം, മലയാളം കേൾക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, മാതൃഭാഷയിൽ തന്നെ തുടങ്ങാം. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടിയും ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടിയും ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. ഈ ഗാനം തമിഴിലേക്ക് ഒരു മൊഴിമാറ്റം അല്ലേ? എല്ലാവരും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വെറൈറ്റി സ്റ്റെപ്പിലേക്ക് അടക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? അപ്പോൾ പൊളിച്ചോളൂ. ഓടപ്പളം പോലൊരു പൊണ്ണിനെ ഒനക്ക് കൂടെ പുളയാകെ തേടിയെങ്കേ. ഓടപ്പളം പോലൊരു പൊണ്ണിനെ എനക്ക് ഓടപ്പളം പോലൊരു പെണ്ണാണ് ഞാൻ. ഓക്കെ, ആ ചെരിയും കൂടെ പോന്നോട്ടെ. എന്തായാലും പൊളിച്ചു. നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവരിലേക്കൊക്കെ വരുന്നുണ്ട്. അതിനു മുമ്പേ നമുക്ക് ഇനിയൊരു ആരെയാണ് ഒരു നടന്റെ ശബ്ദം അനുകരിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നടന്റെ ശബ്ദം? നമ്മുടെ ഒരു രാഷ്ട്രീയ നമ്മുടെ നടൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മധുസാറിന് നമുക്ക് സൗണ്ട് വെക്കാം. മധുസാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളത്തിൻ്റെ അല്ലേ ഏറ്റവും മുതിർന്ന ഒരു നടനാണ്. ഒരു എന്താ പറയുക, വളരെ ലാളിത്യത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് സിനിമകളിൽ അല്ലേ, മലയാള സിനിമയിൽ ഒരുപാട് സിനിമകളിൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊട്ട് പുതിയ സിനിമകളിലൊക്കെ വന്നിട്ടുള്ളൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണ്? പടം അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ പടങ്ങളും നിലവിൽ ഇഷ്ടമാണ്, എങ്കിലും അദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കാം. നമുക്ക് സൗണ്ടിന് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. സൗണ്ട് സ്റ്റോക്കായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതല്ല, ഇപ്പോൾ നരൻ എന്ന് പറഞ്ഞ പടമില്ലേ, നരൻ, മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചു. അത് പക്ഷെ നല്ല രസമായിട്ട് അദ്ദേഹം അഭിനയിച്ചല്ലേ സിനിമയില്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഞാൻ ഇപ്പോൾ പറയാം. ഓക്കെ ഓക്കെ. എനിക്കൊന്നേ ഉള്ളൂ പറയാൻ, മുള്ളംകൊല്ലി വേലായുധ, നീ ഒരു മഴവെള്ളപ്പാച്ചിലാണ് ഈ ഗ്രാമത്തിൽ വന്നിടിഞ്ഞത്. നീ നാട്ടുകാരെ നീ തല്ലി തോപ്പിക്കുന്നു, എന്നെ നീ ഓടി തോപ്പിക്കുന്നു ഇല്ലേടാ. നീ ആ കുന്നുമേ ശാന്തയുടെ പൊറുതി നിർത്തിവെക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് ഈ ചിത്രപ്പേര് മാറിക്കിട്ടൂ ഇല്ലേടാ. നിന്റെ വല്യമ്പഴാനെ എന്നുള്ള വിളി കേൾക്കുമ്പം എനിക്ക് തിരിച്ചു തരാനൊന്നും തന്നെ ഇല്ലടൂ. ഓക്കെ, ഇനി വേറെ ഏത് ശബ്ദമാണുള്ളത് കയ്യിൽ?
ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്ദുൽ കലാം സാറിന്റെ സൗണ്ട്. ബഹുമാന്യനായ നമ്മുടെ ബഹ്റിന്റെ മണ്ണിലൊക്കെ എത്തിയ ഒരു പ്രതിഭയാണ്. ഒരു നമ്മുടെ ഇന്ത്യൻ ക്ലബിൽ എത്തിയിട്ടുണ്ട്. അതെ അതെ തീർച്ചയായും. അദ്ദേഹം ഒരുപാട് മേഖലകളിൽ അല്ലേ, ശാസ്ത്ര മേഖലകളിലും എഴുത്തിന്റെ ഇതിലും അതുപോലെ കുട്ടികളോടൊക്കെ വളരെ അല്ലേ, നമുക്കൊരു തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന് നമുക്ക് ഈ വേദിയിൽ ഓർക്കുമ്പോൾ തന്നെ ഒരു വിങ്ങലുണ്ട് മനസ്സിലല്ലേ. കുട്ടികളുമായിട്ട് അദ്ദേഹം പല സമയത്തും മിങ്കിൾ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ലാളിത്യത്തിന്റെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ചെറുപ്പകാലത്തെ ജീവിതം, സൈക്കിളൊക്കെ ചവിട്ടി അദ്ദേഹം അത്രയും വലിയൊരാളായിട്ട് മാറിയ ആ ഒരു ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഇൻസ്പിറേഷനാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് നമുക്ക് ആസ്വദിക്കാം അല്ലേ. അപ്പോൾ സൺഡേ ഫണ്ടയിൽ നമ്മുടെ പ്രിയപ്പെട്ട വിട പറഞ്ഞു പോയ APJ അബ്ദുൽ കലാം സാറിൻ്റെ ശബ്ദമാണ് അനുകരിക്കുന്നത്. ഹരിദാസ് മാവേലിക്കരയാണ് നമുക്ക് ഈ ഒരു മനോഹരമായ ശബ്ദം. Hey, one Finns North. Hey, been my thoughts, Mikesh. Hey, one Western Snapper Stars. Hey, no, Western Squamish, one Mikesh Smith. പൊളിച്ചു, അടിപൊളിയായി. ഇനി ആരുടെ ശബ്ദമാണ്? ഇനി അടുത്ത നമുക്ക് പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഡയലോഗുകൾ കുറവായിരിക്കും അല്ലേ? അത് ഡയലോഗ്. ഓക്കെ, എന്തായാലും അദ്ദേഹം ബഹുമാന്യനായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വോയിസാണ് അടുത്തതായിട്ട് ചെയ്യുന്നത് അല്ലേ. ഒന്നുള്ളൂ പറയാ, അതായത് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ നാനാ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ കൊച്ചി ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിക്കാരെ കാണാൻ പറ്റും, കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ കോട്ടയംകാരെ കാണാൻ പറ്റും, തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരക്കാരെ കാണാൻ പറ്റും. പക്ഷേ ഇവരെല്ലാം കൂടെ ഒത്തുകൂടി കാണുന്ന സ്ഥലം ഈ ഗൾഫ് രാജ്യം. ഓക്കെ, എന്തായാലും ഗൾഫ് രാജ്യത്ത് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും അല്ലേ അത്രയും ഒത്തൊരുമയോടെ അല്ലേ ജീവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്, പ്രത്യേകിച്ച് ബഹ്റിൻ പോലെയുള്ള സ്ഥലം. ബഹ്റിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കലാകാരന്മാർക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാണ് അല്ലേ. ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ടോ? ഞാനിവിടെ ഒരുപാട് വേദികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് അസോസിയേഷൻ, കേരളത്തിൻ്റെ തെക്കേറ്റം തൊട്ട് വടക്കേറ്റമുള്ള നമ്മുടെ അസോസിയേഷൻ്റെ എല്ലാ ഇതിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അത്രയും നമുക്ക് വേദികൾ ഇത്രയും കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള വേദികൾ ഒറ്റയടിക്ക് ഇതേപോലെ കിട്ടാൻ സാധ്യത കുറവാണ്. എൻ്റെ വീട്ടുകാർ അവിടെ നിർത്തിയില്ല, അതിനുമ്പ് എന്നെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ അതെന്താ ഇപ്പൊ നമ്മൾ നോക്കുക, നല്ല വെള്ളച്ചാട്ടമുണ്ട്, നമ്മുടെ രണ്ട് സൈഡിലും നല്ല വെള്ളച്ചാട്ടമുണ്ട്, പൂക്കളുണ്ട് ഇവിടെ. അതിന്റെ ഒക്കെ ഇടയിൽ നിന്നിട്ടല്ലേ നമ്മളിങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ആ കളകള ശബ്ദമൊക്കെ കേട്ടുകൊണ്ട്. ഓക്കെ, അടുത്ത ഏതാണ്? അടുത്ത നമുക്ക് പിന്നെ കെ മുരളീധരൻ സാർ. ഓക്കെ, നമ്മുടെ പിന്നെ കെ കരുണാകരൻ്റെ മകൻ മുരളീധരൻ സാറിനെ നമുക്കൊന്ന് അനുകരിക്കാൻ ശ്രമിക്കുക. വെള്ളം തെറിക്കുന്നില്ലല്ലോ ഇല്ല. സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പറയാനൊന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പാർട്ടിയുടെ ഒരു തീരുമാനം എന്ന് പറയുമ്പം അത് വ്യക്തമായ ഒരു തീരുമാനമായിരിക്കണം. ക്യാബിനറ്റ് ബെഞ്ച് കൂടുമ്പോഴും നിയമസഭ കൂടുമ്പോഴും യുവമാരൊക്കെ നമ്മുടെ തോളെ കയറാൻ പറ്റും. പക്ഷേ എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഇല്ലേ? അതാണ് പൊളിച്ച്. രാഷ്ട്രീയത്തിൻ്റെ ഒരു ലെവൽ തന്നെയാണല്ലേ അത്. ഓക്കെ, അടുത്ത ആരാണ്? ഒരു സിനിമാ നടൻ്റെ ശബ്ദമായാലോ? ഇനി ആരാണുള്ളത്? സിനിമാ നടൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാട്ടായിക്കോട്ടെ. അതായത് പാട്ടെന്ന് പറഞ്ഞാൽ ഒരു താരാട്ട് പാട്ട്. താരാട്ട് പാട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പുലിമുരുകൻ സിനിമ. പുലിമുരുകനിലെ പാട്ടാണ്, നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ. നമ്മുടെ ആ പാട്ടുകാരി വാണിജ്യറാമിന്റെ ശബ്ദം. ഒരുപക്ഷെ പുലിമുരുകൻ ഇറങ്ങുന്നതിന് മുന്നേ ആ ഒരു സിനിമയെ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു കാരണം ആ ഒരു പാട്ടും കൂടിയാണ്. സംഭവം പുലിയായിട്ടുള്ള മൽപ്പിടുത്തങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പ്രൊമോഷനൊപ്പം തന്നെ പ്രേക്ഷകർക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ ആ ഒരു സിനിമയുടെ ഒപ്പം തന്നെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണത്. ആ ടൈറ്റിൽ സോങ് കേട്ട് കഴിയുമ്പോൾ തന്നെ പ്രത്യേക രാത്രിയൊക്കെ കേട്ട് കിടക്കാൻ എന്ത് സുഖമല്ലേ. പക്ഷേ ഈ പാട്ട് ഞാൻ പാടുന്നുണ്ട് എങ്കിൽ തന്നെ അതിനോടൊപ്പം ഒരു കുട്ടി കരയുന്ന സൗണ്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ എന്താണ് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ടല്ലേ, കരയുന്ന സൗണ്ടും ഈ പാട്ടും കൂടെ ചേർന്ന് ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ അന്ന് കേൾക്കാലോ, ഒരു വെറൈറ്റി ആണല്ലോ. രാരി രാരി രാരിരം രാരോ രാരി രാരി രാരിരം രാരോ. മനത്തെ മരിക്കുറുമ്പേ
മടത്തെ മടക്കിടങ്ങിൽ വവുറുങ്ങാരോ മാമുണ്ടാനെക്കുണ്ടേ മാറുചൂരം നിന്റെ ചെല്ലപ്പുള്ളേ നെഞ്ചോരം പാടി ഉണർത്താൻ ഉള്ളങ്കരഞ്ഞ് ചെല്ലപ്പുള്ളേ രാരി രാരി രാരിരം രാരോ രാരി രാരി രാരിരം രാരോ. എന്തായാലും താരാട്ടുപാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് താരാട്ടുപാട്ടുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാട്ടിന് എന്തോ ഒരു വശ്യതയുണ്ടല്ലേ. താരാട്ടുപാട്ട് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അതിനൊരു വേറെ തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. നല്ല പ്രത്യേകം. പക്ഷേ അതിനുള്ള പണ്ട് വേറെ ഒരു ഗാനം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതായത് അന്ന് പുലിമുരുക സിനിമ ഇറങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ താരാട്ട് പാടി ഉറക്കുന്ന ഓമാന തിങ്കൾ കിടാവോ ഇരയമ്മൻ തമ്പിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു പാട്ടാണ്. ഒരു പക്ഷേ വളരെ വളരെ ഒരുപാട് മലയാള സാഹിത്യം അല്ലെങ്കിൽ ചരിത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പാട്ട് കൂടിയാണ് അല്ലേ. നമ്മൾ സ്കൂളിൽ പഠിച്ച ആ ഒരു പാട്ട് ഭയങ്കര രസമാണ് ഇപ്പോഴും മൂളി കേൾക്കുമ്പോഴൊക്കെ. ഓക്കെ, നമുക്കിനി വീണ്ടും മിമിക്രിയിലേക്ക് വരാം. നമുക്ക് അതുപോലെ തന്നെ ഒരു പാട്ടുകൂടെ, അത് നമ്മുടെ എസ് ജാനകി പാടുന്ന. ഞാൻ പറയുന്നത് 2 പാട്ട് അടുത്തടുത്ത് വേണ്ട, കാരണം ചിലപ്പോൾ അതൊരു രസമില്ലെങ്കിൽ നമുക്കൊരു ഒരു അടുത്തൊരു വെറൈറ്റി നമുക്ക് നമ്മുടെ അറിയാണ്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഹരിദാസ് ചേട്ടൻ ഈ ഒരു മിമിക്രി ഇവിടെ അവതരിപ്പിച്ച സമയത്ത് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടു പിണറായി വിജയൻ സാറിന്റെ ശബ്ദം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ടൈം എടുത്തിട്ട് അടിപൊളിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി. മര്യാദ കാണിക്കണം കേട്ടോ. ഏതിനും ഒരു മര്യാദ വേണം. നിങ്ങളുടെ കണക്കൂട്ടലിനപ്പുറം ഈ കൂട്ടായ്മ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കൽ ബ്രിണ്ടൻ കോളേജിൻ്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ അവിടെ ഊരിപ്പിടിച്ച വാളിൻ്റെ മുന്നിലൂടെയാണ് ഞാൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വരട്ടലോ വിലവസലോ കേട്ട് വേണ്ട, അത് നിങ്ങളുടെ കൈ വെച്ചാൽ മതി. ഞാൻ വിചാരിച്ചു മാറി നിൽക്കാൻ അങ്ങോട്ടെന്ന് പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടല്ലേ. പക്ഷെ എന്തായാലും നല്ലൊരു ഈ വെള്ളാപ്പള്ളി സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ അല്ലേ നല്ലൊരു ഉമ്മൻചാണ്ടി. അപ്പോൾ അത് എന്തായാലും കേൾക്കണം, പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. ഓക്കെ, റെഡി. ഓരോന്നോരോന്നായിട്ട് വന്നോട്ടെ. ഓക്കെ ഓക്കെ. അത് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. അതായത് ഞാൻ നമ്മുടെ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും നമ്മുടെ ഓമന നേതാവ് എന്ന് വിളിക്കപ്പെടും. പ്രത്യേകിച്ചും ഈ ഓമന എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. പ്രത്യേകിച്ചും ഈ സ്ത്രീകളുടെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇനിയും വരുന്ന തലമുറയിലെ പെൺകുട്ടികൾക്ക് സ എന്നുള്ള അക്ഷരം ഇടല് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ആദരണീയനായ കേരള രാഷ്ട്രീയത്തിലെ ഒരു നേതാവ് തന്നെയാണ്. ഇനി നമുക്കൊരു സിനിമാ നടൻ അച്യുതാനന്ദൻ സാറിൻ്റെയിലേക്ക് വരാം. രാഷ്ട്രീയക്കാർ അടുത്തടുത്ത് വേണ്ട, നമുക്ക് ഇങ്ങനെ മാറി മാറി വരട്ടെ. അപ്പോൾ അല്ലേ ഈ സൺഡേ നമുക്ക് ഫണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ആരാണ്? ഒരു നമ്മുടെ ദേവാസുരൻ സിനിമയിലെ നെടുമുടി സാറിൻ്റെ ഒരു അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്നു അല്ലേ. പക്ഷെ അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ ഡയലോഗ് ഉണ്ടോ? അല്ല, ഇത് തന്നെ നെടുമുടി ചേട്ടൻ്റെ തന്നെ വേറെ ഏതെങ്കിലും ശബ്ദമുണ്ടോ? വേറെ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ്? വേറെ സൗണ്ട് ഞാൻ അത് നോക്കിയിട്ടില്ല. എന്നാ കുഴപ്പമില്ല, ദേവാസുര ആയിക്കോട്ടെ. ഹിറ്റ് പടം തന്നെയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സംഭവമാണ്. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോ വിഷ്വലാണ്. നമുക്കിവിടെ വിഷ്വൽ ചെയ്യാനേ നമുക്ക് സ്ക്രീൻ വേണം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണം. അതുകൊണ്ട് ഞാൻ വിഷ്വലിന്റെ ഒരു ഡയലോഗാണ്. വിഷ്വൽ നേരത്തെ അറിയിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളൊക്കെ പൊളിച്ചേനെ. പക്ഷെ അത് പറഞ്ഞില്ല, നമ്മളിപ്പോ സ്പോട്ടിൽ പറഞ്ഞാണ്. എന്തായാലും നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ വിഷ്വൽ നമുക്ക് പൊളിച്ചാൽ. സാറിന്റെ അത് മോഹൻലാലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ചോദിച്ചോളൂ. മോഹൻലാൽ എനിക്ക് തോന്നുന്നു എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളോ? അവളൊരു ഗതിയില്ലാത്തവൻ്റെ മകളായതുകൊണ്ടാണോ? നാണവും മാനവും പാടില്ല അല്ലേ? എല്ലാം എത്രയോ കാലമായിട്ടാ
ഞാൻ എൻ്റെ മോളെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം താൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ? എന്നിട്ട് തനിക്ക് എന്ത് കിട്ടിയടോ നീലകണ്ഠ? തൻ്റെ ധാർഷ്ട്യം അഴിച്ചു മാറ്റിയ ആ ചിലങ്കേരെ ഓരോ മണികളും ആ കുട്ടിയുടെ എത്രയോ വർഷത്തെ കണ്ണീരൊരുക്കിയെടുത്താണെന്ന് എനിക്കറിയാവോ? അറിയില്ല. അറിയണമെങ്കിൽ ദാ ഇതിനകത്ത് 3 അക്ഷരമുള്ള വസ്തു വേണം. ഉള്ളിലെ വേദന പുറത്തു വന്നതുകൊണ്ട് കണ്ണു കണ്ടില്ല. പൊറുക്കണം. ഈ മുഖത്ത് നോക്കി ദേഷ്യമൊന്നും പറയാനും പോലും പറ്റുന്നില്ലല്ലോ കൃഷ്ണ. എന്തായാലും കലക്കി. പേരിൻ്റെ അവസാനത്തെ ഭാഗം മിമിക്രിയിൽ പറഞ്ഞു, പ്രവീൺ കൃഷ്ണ എന്നുള്ളതിനകത്ത് കൃഷ്ണ അല്ലേ. സന്തോഷമായി. എന്തായാലും അടുത്ത ആരെയാണ് അനുകരിക്കാൻ വേണ്ടി പോന്നേ? നമുക്ക് പിന്നെ നമ്മുടെ അച്യുതൻ സാറിൻ്റെ നമ്മൾ പറഞ്ഞില്ല, അച്യുതൻ സാറിൻ്റെ. ഓക്കെ, അച്യുതാനന്ദൻ സാർ. എന്തുവാടു താൻ പറയുന്ന കാര്യം? അങ്ങനെ വ്യക്തമായി പറയുവാണെങ്കിൽ കറുത്ത കൈകളും വെളുത്ത കൈകളും നമുക്ക് കണ്ടു കേട്ടറിയാം എങ്ങനെയൊക്കെ പോകുമെന്ന്. കൊറോണ സമയങ്ങളിൽ ഇപ്പോൾ ലോകമെമ്പാടും കൊറോണ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമ്മളെല്ലാം നല്ല രീതിയിലുള്ള ഒരു തയ്യാറോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾ നല്ല രീതിയിൽ ഷെയറും ലൈക്കും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഹരിദാസ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ BMCയുടെ സൺഡേ ഫണ്ടേ ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം ഞങ്ങൾക്ക് തരണം. നിങ്ങൾ കൂടെ ഉണ്ടാകണം. കട്ട സപ്പോർട്ടായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. എന്തായാലും BMC ഗ്ലോബൽ ലൈവ് സൺഡേ ഫണ്ടേ ഇനി എന്തായാലും ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം ഒത്തിരി വിശേഷങ്ങളുമായിട്ട് തിരിച്ചു വരാം. NSE Remit has launched Send and Win. Download NSE Remit app now. NSE Remit has launched Send and Win. Win up to 2,000 points and redeem from our partners. Download NSE Remit app now. NSE Remit. Send money online to India. Credit in seconds with great rates. Download NSE Remit app now. ബഹ്റൈനിലെ വീട്ടമ്മമാരുടെ ഇപ്പോഴത്തെ സംസാര വിഷയം എന്താണെന്നല്ലേ? നാച്ചോ ഫുഡ് പ്രോഡക്ട്സ്. രുചിയും മണവും പോഷക സമൃദ്ധവുമായ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് നാച്ചോ നിങ്ങൾക്കായി നൽകുന്നത്. പാലക്കാടൻ വടി മട്ടയരി, ജയ പൊന്നി മച്ചാരി ഇനങ്ങൾ, നാച്ചോ നറുനെയ്യ്, നാച്ചോ വെളിച്ചെണ്ണ, മറയൂർ ശർക്കര, മറയൂർ കുടംപുളി, നാച്ചോ ആസാം ബ്ലെൻഡഡ് ടീ, മല്ലി, മുളക്, മഞ്ഞൾ തുടങ്ങി ശുദ്ധമായ നാച്ചോ സ്പൈസസ്, പൾസസ്, മസാലകൾ, കൂടാതെ നാച്ചോ നാടൻ കശുവണ്ടിപ്പരിപ്പ്, പനം കൽക്കണ്ടം. പ്രഭാത ഭക്ഷണം രുചികരമാക്കാൻ തിരുവോണം അപ്പപ്പൊടി, അരിപ്പുട്ടുപൊടി, ഗോതമ്പ് പുട്ടുപൊടി, അച്ചാറുകൾ തുടങ്ങി വിവിധ ഇനം ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു നാച്ചോ. മാത്രമല്ല രുചിയേറും ജ്യൂസുകളും പെൻഡാഡൽമൻ ട്രേഡിംഗ് WLL ബഹ്റൈൻ വിപണിയിൽ എത്തിച്ചിരിക്കുന്നു. ബഹ്റൈനിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കോൾഡ് സ്റ്റോറുകളിലും ഹോം ഡെലിവറിയായും നാച്ചോ ഫുഡ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. നാച്ചോ, inspiring natural ways. വീണ്ടും BMC ഗ്ലോബൽ ലൈവ് മനോഹരമായ ഒരു സൺഡേ ഫണ്ടേ ആക്കാനാക്കി എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ പ്രിയപ്പെട്ട കലാകാരൻ ഹരിദാസ് മാവേലിക്കരയാണ് മിമിക്രി പ്രകടനവുമായി ചേർന്നിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പേർ BMC ഗ്ലോബൽ ലൈവിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടുണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ട്. ഹരികുമാർ നല്ലൊരു ഹായ് അയച്ചിരിക്കുന്നു. വിനയ രാഹുൽ, അതോടൊപ്പം രാജേഷ് ഈഴവർ പെരുങ്ങൊഴി, നമ്മുടെ കോമഡി സ്റ്റാർസിലൊക്കെ പോയി തകർത്ത മിമിക്രി കലാകാരനാണ്. ഹായ് ഹരിദാസ് പൊളിക്കൂ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രസന്ന TP എത്തിയിട്ടുണ്ട്. തോമസ് ജോർജ്,
സോമൻ കിങ്, എനിക്ക് തോന്നുന്നു അദ്ദേഹം ബംഗ്ലാദേശ് സ്വദേശിയാണ്. അദ്ദേഹം വളരെ നന്നായിട്ടൊരു കമൻറ്റ്, എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ മാർട്ടിൻ പയ്യമ്പള്ളി ഒരു ഹായ് അടിച്ചിട്ടുണ്ട്. തോമസ് ഫിലിപ്പ്, സോമൻ കിങ്, പിന്നെ ശാരദ, അതുല്യ ചന്ദ്രൻ, ഫഹദ് ഫാസിൽ എന്ന് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫഹദ് ഫാസിൻ്റെ ശബ്ദം സ്റ്റോക്കിലുണ്ടോ? ഇല്ല, പഠിച്ചു വരാം അല്ലേ? എന്തായാലും അതുല്യ ചന്ദ്രൻ അടുത്ത പ്രാവശ്യം ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് തകർക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഇപ്പോൾ എസ് ജാനകിയുടെ പാട്ട്. ഓക്കെ, ഏതാണ് പാട്ട്? ഏതാണ്? ആഴക്കടൽ. ഒരുപക്ഷെ ചാന്തുപൊട്ട് എന്ന ചിത്രം മലയാളികളുടെ മനസ്സിൽ ദിലീപ് എന്ന നടൻ വേറിട്ട പ്രകടനം നടത്തിയ ഒരു ചിത്രം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വേറിട്ടൊരു മാനരസം കണ്ട സിനിമയാണ് ചാന്തുപൊട്ട്, ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രം അല്ലേ? അതിനകത്തെ ഒരു രണ്ടുപേരി. ഓക്കെ ശരി. ആഴക്കടലിന്റെ അങ്ങേക്കരയിൽ നേരം വെള്ളക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ, ഒട്ടിക്കിടക്കുന്ന മുത്തേ, ആഴക്കടലിന്റെ അങ്ങേക്കരയിൽ നേരം വെളുക്കുന്ന വീട്ടിൽ അമ്പിളി മാമനെ പോലന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ, ഒട്ടിക്കിടക്കുന്ന മുത്തേ. വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺഡേ ഫണ്ടേ ആക്കാനെത്തിയ BMC ഗ്ലോബൽ ലൈവ് ഫണ്ടേയാണ്. അതുകൂടാതെ ഒരുപാട് പേർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അശ്വതി ശശിധരൻ, സ്റ്റെഫി സാബു, മാത്തുക്കുട്ടി, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനി ഒരു ആരെയാണ്? നമുക്ക് ഒരു തനിയാവർത്തനം, അതായത് മൃദംഗം, മുകുർശംഖ, ഘടം. തനിയാവർത്തനം എന്ന് പറയുമ്പോൾ കച്ചേരിയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അതായത് ഒരു വാദ്യം കഴിഞ്ഞ ശേഷം അടുത്ത വാദ്യം സ്റ്റെപ്പായിട്ട്. ഓക്കെ, കേൾക്കാം. Bang, 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 bang. Nang ding nang, nang ding nang, nang ding nang, nang ding nang, bang, 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 bang. Pap, pap. Mau, me, mau, me, me, വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ഒരു നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആരുടെ ശബ്ദമാണ്? ഇംഗ്ലീഷ് സിനിമയിലെ ട്രെയിലർ. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സിനിമയിലെ ഏതാനും ഭാഗങ്ങൾ അതിൻ്റെ ആ ഒരു ശബ്ദം എങ്ങനെയാണ്? ഓക്കെ ശരി, ഒന്ന് കാണാം. ഞാൻ മരിച്ച ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി കേട്ടോ. എന്തായാലും നമ്മളെ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ നമ്മളിവിടെ നിന്ന് അത് ഇംഗ്ലീഷ് സിനിമയുടെ ആ ഭാഗമൊക്കെ കാണുന്നു പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സംഭവം. എന്തായാലും എനിക്ക് ആ ഇംഗ്ലീഷിൻ്റെ അർത്ഥം ഒരുപാട് ഇഷ്ടമായി കേട്ടോ, അതിൻ്റെ ഇടയിൽ പറഞ്ഞു. എന്തായാലും പൊളിച്ചു. നമ്മുടെ ഹരിദാസ് ചേട്ടനാണ് സൺഡേ ഫണ്ടേ ആക്കാനായിട്ട് BMC ഗ്ലോബൽ ലൈവിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം മിമിക്രി, വളരെ മനോഹരമായ ഒരു മിമിക്രി നമുക്കായിട്ട് സമ്മാനിച്ചത്. വളരെയധികം നന്ദി ഹരിദാസ് ചേട്ടൻ. ഓക്കെ, എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് BMC ഗ്ലോബൽ ലൈവ് സൺഡേ ഫണ്ടേ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തായാലും BMC ഗ്ലോബൽ ലൈവ് സൺഡേ ഫണ്ടേയിൽ മറ്റൊരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. മറ്റൊന്നല്ല, സെന്തിൽ ചിറയൻകീഴ് സംവിധാനം നിർവഹിച്ച
വളരെ മനോഹരമായ ഒരു വെബ് സീരീസ്. കാവലൻ എന്നാണ് ഈ ഒരു വെബ് സീരീസിൻ്റെ പേര്. നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം. എന്തായാലും ഈ ഒരു കാവലൻ എന്ന വെബ് സീരീസോടെ തന്നെ ഇന്നത്തെ BMC ഗ്ലോബൽ ലൈവ് സൺഡേ ഫൺഡേ എന്നിവിടെ സമാപിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടം രണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്കുന്നിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മാറിപ്പോകാൻ തോന്നുന്നില്ല കേട്ടോ. പോകെ കണ്ടോ, നല്ല ഇത് നമ്മുടെ ടീം നട്ടുണ്ടാക്കിയതാണ്. എന്നാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണിന് കുളിരും മനസ്സിന് സമാധാനവും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മിമിക്രി, ഹരിദാസ് മാവേലിക്കരയുടെ മിമിക്രി ഒക്കെ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. BMC ഗ്ലോബൽ ലൈവിൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തയാഴ്ച സൺഡേ ഫൺഡേ ആക്കാനായിട്ട് നമ്മൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഇതേപോലെ ഉണ്ടാവും. നിങ്ങളും കൂടെ ഉണ്ടാകണം. സ്നേഹത്തോടെ ഇവിടെ പറയുന്നു. ഇറ്റ്സ് മീ പ്രവീൺ കൃഷ്ണ സൈനിങ് ഓഫ്. അമ്മ എന്നേക്കാൾ പ്രായമുള്ള ചൂരയാ കിടക്കുന്നത്. എന്റെ തൊലിയൊക്കെ ചുളുങ്ങി. മേടിക്കാൻ ഞാൻ ഏത് നേരം നിങ്ങളുടെ വായിൽ നിങ്ങളുടെ റേഷൻ കടയിലാണോ പറ്റിട്ട് എനിക്കറിയാൻ മേലെ ചുറ്റിക്ക്. ഏത് നേരം റേഷൻ കട ഈ മണ്ണെണ്ണയും പഞ്ചാര മേടിക്കും. ഞാൻ മേടിച്ചോണ്ട് വരാം. മണ്ണെണ്ണ മേടിച്ചോളാം. മണ്ണെണ്ണയോ? മണ്ണെണ്ണ ടാങ്കർ അല്ലേ? അത് നമ്മുടെ വീടിന്റെ ആ സൈഡിലേക്ക് ഒതുക്കിയിട്ടര് കേട്ടോ. എന്നിട്ടത് മൂടിയിട്ടര്. എന്നിട്ടോ മൂടിയിട്ട് ഇച്ചിരി മണ്ണൂടെ വാരിയിട്ട് അതിൻ്റെ ബാക്കിയുണ്ട് നിങ്ങളുടെ വായിലോട്ട് കുറച്ചിട്ട് വെക്ക് തള്ള വെയി. എല്ലാ കാര്യങ്ങളും നമ്മുടെ തന്നെ നോക്കണം. ഒത്തിരി സാമ്പത്തികമുള്ളൊരു വീട്ടിലെ ചെറുക്കനാണ് ഞാൻ. ചേട്ടാ പമ്പ എവിടെ ചേട്ടാ? എരുമേലിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോകണം. എന്തോന്ന് പമ്പയല്ലേ ചേട്ടാ? പെട്രോൾ അടിക്കുന്ന പമ്പ്. പെട്രോൾ പമ്പ് അവിടെ 2 കിലോമീറ്റർ അങ്ങോട്ടും അങ്ങോട്ട് പോകും. ചേട്ടാ തലതിരി. എൻ്റെ വീട്ടിലൊരു 10-30 കാറുണ്ട്. ഞങ്ങളുടെ അച്ഛൻ ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ട്. ന്യായമായിട്ട് ഇട്ട് മൂടാനുള്ള പൈസ ഉണ്ട്. 10-25 ഏക്കർ സ്ഥലവും ഉണ്ട്. എന്റെ പൊന്നേട്ടാ ഈ തള്ളല്ല, പിന്നെ ഈ വണ്ടി ആ പെട്രോൾ പമ്പ് വരെ ഒന്ന് തള്ളി തരുമെന്ന്. അതല്ലെങ്കിലും അങ്ങനെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ആരും സഹായിക്കാൻ കണ്ടില്ല. ശരിയല്ലേ? ശരിയാട്ടോ. അങ്ങനെ ഒരുത്തനാ ഞാൻ നിന്നെ സഹായിക്കുന്നില്ല. വേണോ തള്ളിക്കൊണ്ട് പറ. തല്ലാൻ വേണ്ടി വന്നേക്കുന്നു. തല്ല എന്തുവാ ഈ കാണുന്നത്? സത്യം എന്നാ ഈ കാണുന്നത്? പീഡനത്തിന്റെ വാർത്തയുള്ളൂ മൊബൈൽ തുറന്നു. അങ്ങനെ അത് ശരി. നോക്കിയേ, 5 വയസ്സുള്ള പിഞ്ചു ബാലികയെ പീഡിപ്പിച്ചു. ഇതുണ്ട കഴിഞ്ഞ ആഴ്ച 65 വയസ്സുള്ള സ്ത്രീയെ പീഡിപ്പിച്ചു. എന്നതല്ലേ ചുമ്മാ കുറെ നേരമായിട്ട് ഉമ്മ നടന്നുണ്ട് പീഡനം അല്ലേ? ചേട്ടൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഇപ്പൊ എവിടെ തിരിഞ്ഞാലും പീഡനമല്ലേ? സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ചേട്ടനെങ്കിലും ഉണ്ടല്ലോ. അല്ല അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെ നാട്ടിൽ വന്ന് നടക്കുന്നില്ലേ ഈ അതിഥി തൊഴിലാളികൾ, ബംഗാളികൾ അവന്മാർ ആദ്യം ഇവിടെ നിന്ന് ഓടിക്കണം. ചേട്ടൻ പോവോ രാവിലെ പ്ലാസ്റ്റിക് കവറും കഷത്ത് വെച്ചിട്ട് പണിക്ക്? അവന്മാരിവിടെ കിടന്ന് പട്ടിയെ കൂട്ട് പണിയുന്നതുകൊണ്ടാണ് ഞാനൊക്കെ വീട്ടിൽ അമ്മച്ചിയെ പറ്റിച്ചിരിക്കുന്നത്. ഈ പീഡനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ രാത്രി ഒരു 12-1 മണിയായി കാണും. ഞാനിങ്ങനെ എൻ്റെ ബൈക്കിൽ ഇങ്ങനെ വരിക. ഒരു പെങ്കൊച്ചിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകും. രാത്രി 12 മണിക്ക്. ഞാൻ കൊച്ചിനെ തുറന്നു വെച്ചാൽ കൊച്ചിൻ്റെ വീട് എവിടെ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന്. ആ കൊച്ചി വന്ന് വണ്ടിയിൽ കയറി. ഞാൻ ആ കൊച്ചിനെ വിളിച്ച് ആ കൊച്ചിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അവിടെ കൊണ്ടാക്കിയിട്ടുള്ള ബുക്കിലൊന്നും പറയണ്ട. ഞാൻ കൊണ്ടാക്കിയതും അവരുടനെ ഫേസ്ബുക്കിൽ അങ്ങോട്ട് ലൈവ് പോകുന്നു തുടങ്ങി. എന്നാ പറഞ്ഞു? ഞാനിങ്ങനെ ഒരു പെങ്കൊച്ചിനെ സഹായിച്ചു ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് പറഞ്ഞു. അത് മാത്രമല്ല അവരുടെ ഈ അസോസിയേഷൻ എന്തൊരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചൊരു അനുഭവനമൊക്കെ തന്നെ. ഞാൻ കയറി വൈറലായില്ലേ? സത്യം ഒന്ന്. എനിക്കിപ്പോ മൊബൈൽ തുറക്കാൻ ഒക്കത്തില്ല. ലോക്കൊക്കെ എനിക്കറിയാം. അതൊന്നുമല്ല, ലൈൻ്റെ ബഹളമാണ്. പിന്നെ ഈ നല്ല മനസ്സുള്ളവരെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പൊ നമ്മൾ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈൻ വീഴുമല്ലേ? ലൈൻ വീഴും. ആണോ? ഹലോ, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിച്ചൂടെ? എനിക്ക് ഈ ആണുങ്ങൾ ലൈൻ വീടുന്ന ഇഷ്ടമല്ല. അതുമല്ല എൻ്റെ വീട് അടൂര, അല്ലാതെ കുണ്ടന്നൂരല്ല. ചേട്ടന്റെ പൊക്കം
1 ലക്ഷം രൂപയുടെ ബൈക്ക് അവന് മേടിക്കാം, 30 രൂപയുടെ പെട്രോൾ അടിക്കാൻ അവൻ്റെ കാശില്ലെന്ന്. അപ്പം ലൈവ് പോകാം. ആരെയും കാണുന്നില്ലല്ലോ. ഹായ്, നമസ്കാരം. ഇതാരും കാണുന്നില്ല, ഇവിടെ ഇല്ല. പ്രിയമുള്ളവരെ, ഞാൻ പ്രദീപ് കുമാറാണ്. ഞാൻ രാവിലെ തൊട്ട് എൻ്റെ കണ്ണിലൊരു സംഭവം ശ്രദ്ധിക്കപ്പെട്ടു. മറ്റൊന്നുമല്ല, ഈ ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി രാവിലെ മുതൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ കണ്ടോ. കൊച്ചുകുട്ടി വല്ലാതെ മുഖമൊക്കെ വല്ലാതായിരിക്കുകയാണ്. ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, പീഡനമാണ് എവിടെ തിരിഞ്ഞാലും. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരുത്തിനൂടെ കയറി വരുന്നില്ല. വേറെ ആരെങ്കിലും ഇവിടെ വന്ന് ഈ കൊച്ചിനെ ഈ പട്ടാപ്പകലും പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോ. കണ്ടില്ലേ, ആ കുട്ടിയുടെ മുഖം വല്ലാതെ വിളറുകയാണ്. ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ സ്വന്തം ജീവൻ വരെ പണയം വെച്ച് ഞാൻ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ വീട് വിട്ട്, ഞാൻ ഇവിടുന്ന് വിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയുള്ളൂ. ആ കമൻറ്റ് വരുന്നു. നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഈ കുട്ടിയെ ഞാൻ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ പോകുകയുള്ളൂ. അതുവരെ ഞാൻ ഈ കുട്ടിക്ക് പിന്തുണയായിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷനായിട്ട് ഞാൻ എന്നും ഉണ്ടാകും. ഈ നോട്ടം സ്വന്തം ഭാര്യയെ നോക്കിയിരുന്നെങ്കിൽ അവൾ കണ്ട ഓട്ടോക്കാരൻ്റെ കൂടെ പോകുമല്ലായിരുന്നല്ലോ എന്ന്. അത് വേറെ കാര്യങ്ങളാണ്. എന്നിരുന്നാലും ശരി, എൻ്റെ ജീവൻ പണയം വെച്ചും ഞാൻ ഈ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യും. ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഞാൻ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങൂ. അതുവരെ നിങ്ങൾ ആരും ഭയപ്പെടണ്ട, ഞാനുണ്ട്. ഇതാരേ വരുന്നത്? ഈ ഫോണൊന്ന് പിടിച്ചോ വെച്ചേ. നിങ്ങൾ കണ്ട കാഴ്ചയല്ലേ ഇത്? ഇപ്പൊ തന്നെ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി ഒരുത്തനോട് കയറി വന്നു. ഞാൻ അവനെ ആട്ടി പായിച്ചു. പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഞാൻ അവനെ ഇറക്കി വിട്ടു. ഇനി ഈ കുട്ടീനെ സ്വന്തം വീട്ടിൽ മാതാപിതാക്കളെ ഏൽപ്പിച്ചതിന് ശേഷമേ ഞാൻ ഇനി ഉണ്ണൂ, ഉറങ്ങൂ, തുടർന്നു ജീവിക്കൂ. നിങ്ങൾ ഈ കൊച്ചിനെ കൊണ്ട് എവിടെ പോവാ? പിന്നെ എന്റെ സഹോദരിയെ കൊണ്ട് എനിക്ക് പോണ്ടേ? സഹോദരിയോ? എന്നിട്ടാണോടോ ഞാൻ ഈ കൊച്ചിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ ഇത്ര നേരം കാത്തു സൂക്ഷിച്ചോണ്ട് വന്നത്? എടാ, ഇന്നത്തെ കാലത്ത് ഒരു പെങ്കൊച്ചിനെ വഴിയിൽ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് പോകാൻ പറ്റുമോ? അതിന് പ്രൊട്ടക്ഷൻ വേണം. അതിന് ഏറ്റവും പറ്റിയത് നിന്നെ കണക്കുള്ള വായി നോക്കിയാണ്. ഏതായാലും ആ ജോലി നീ ഭംഗിയായിട്ട് ചെയ്തു. വളരെ നന്ദിയുണ്ട് കേട്ടാ. ചേട്ടനൊരു ടാറ്റ പറഞ്ഞു. അതേതായാലും കൊണ്ട അവനാണ് എന്നെ അടിച്ചത്.